ആടുകളിൽ കേമനാണ് ചിരട്ടക്കുന്ന് സ്വദേശി വിനീഷിന്റെ ആട്. സംസ്ഥാന അജപാലക സംഘം നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ് പഞ്ചാബി സ്വദേശിയായ ബീറ്റൽ ഇനം ആട് നേടിക്കൊടുത്തത്. ആനക്കര ചിരട്ടക്കുന്ന് കോലത്തുപറമ്പിൽ അപ്പുണ്ണിയുടെ മകൻ വിനീഷിന് ആട് വളർത്തൽ ഒരു ചെറിയ കാര്യമല്ല. കാരണം സംസ്ഥാനത്തെ ആടുകളിൽ കേമനാണ് വിനീഷിന്റെ ആട്. സംസ്ഥാന അജപാലക സംഘം നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ് വിനീഷിന്റെ ആട് നേടിയെടുത്തത്. ആള് മലയാള നാടിന്റെ ഗന്ധം ഉള്ളവനല്ലെന്ന് മാത്രം. തലയെടുപ്പും ഉടലഴകും ഒത്തുചേർന്ന ഈ മുട്ടനാട് വന്നത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ പ്രശസ്തമായ ബീറ്റൽ ഇനമാണ് ഈ ആട്. 44 ഇഞ്ച് ഉയരവും 120 കിലോ ഭാരവും ഈ ആടിനുണ്ട്. പല്ല്, കുളമ്പ്, കണ്ണ്, ചെവിയുടെ വൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് മികച്ച ആടിനെ കണ്ടെത്തുന്നത്. 2019 ഡിസംബറിൽ അങ്കമാലിയിൽ മൂക്കന്നൂരിൽ വെച്ച് അജപാലക സംഘം നടത്തിയ മത്സരത്തിൽ 100-ൽ അധികം ആടുകളെ പിന്നിലാക്കിയാണ് വിനീഷിന്റെ ഈ പഞ്ചാബി സമ്മാനം അടിച്ചെടുത്തത്. കാണാൻ ഉയരവും തലയെടുപ്പും ഒക്കെ ഉണ്ടെങ്കിലും ആള് വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. വിനീഷിന്റെ 4 വയസ്സുകാരനായ മകൻ അനയനും ഭാര്യ മഞ്ജുഷയ്ക്ക് പോലും അടുത്തു ചെല്ലാം. 2 വർഷം മുൻപാണ് വിനീഷിന് ആട് വളർത്തലിൽ താല്പര്യമുണ്ടായത്. കുറച്ച് നാടൻ ആടുകളെ വളർത്തിയെങ്കിലും അതിലൊന്നും തൃപ്തനാകാത്ത വിനീഷ് ജ്യേഷ്ഠന്റെ പഞ്ചാബിലുള്ള സുഹൃത്ത് വഴിയാണ് 8 ജോഡി ബീറ്റിലിനം ആടുകളെ സ്വന്തമാക്കുന്നത്. നമുക്ക് ആടിനുള്ള ഇഷ്ടം കൂടുതലുണ്ടാണ് ഇതിൻ്റെ മേലേക്ക് വന്നത്. പിന്നെ ഏട്ടനോട് പറഞ്ഞപ്പോൾ കുറച്ചാട് സെറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ അവൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ബീറ്റിൽ കൂടുതൽ പാല് കിട്ടും. പിന്നെ നല്ല ഇനായിട്ട് ഇപ്പോൾ മെയിലിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാണ്, ബീറ്റലിനാണ്. ആരും കൊതിച്ചു പോകുന്ന ജംനാപ്പയാരി ഇനം കൂടി വിനീഷിന്റെ കൈവശമുണ്ട്. എന്നാൽ ബീറ്റലിനെ മെരുക്കുന്നത് പോലെ ജംനാപ്പയാരിയെ മെരുക്കാനാകില്ല. ഈ ഇനം അല്പം മുൻചുണ്ടിക്കാരനാണ്. ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിക്കാൻ ജംനാപ്പയാരിയുമായി വിനീഷിന് അല്പം മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. ഒടുവിൽ വിനീഷിന്റെ അമ്മ ശാരദ കൂടി ചേർന്നാണ് ഇവനെ കൈപ്പിടിയിലൊതുക്കിയത്. ഈ 2 ഇനങ്ങളും സങ്കര ഇനങ്ങളും അടക്കം 30ഓളം ആടുകൾ വിനീഷിന്റെ ആട് ശേഖരത്തിലുണ്ട്. എല്ലാത്തരം പുല്ലുകളും ഇലകളും തിന്നുമെങ്കിലും ഗോതമ്പ്, ചോളത്തവിട്, കടല എന്നിവയും ഇവർക്ക് തീറ്റയായി നൽകാറുണ്ട്. നാടൻ ഇനങ്ങളെക്കാൾ മികച്ച വരുമാനവും രോഗപ്രതിരോധശേഷിയും നൽകുന്നതിനാലാണ് അയൽ സംസ്ഥാന ഇനങ്ങളെ പരീക്ഷിക്കാൻ ഇദ്ദേഹം മുതിരുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ വിനീഷ് വീട്ടിലില്ലാത്ത അവസരങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഇവയെ പരിപാലിക്കാൻ വീട്ടുകാരെ സഹായിക്കുന്നത്. ആട് വളർത്തൽ വിപുലപ്പെടുത്താൻ വിനീഷിന് താല്പര്യമുണ്ടെങ്കിലും സ്ഥലപരിമിതി ഒരു വെല്ലുവിളിയാണ്. NCV ന്യൂസ്, എടപ്പാൾ.